ഹലോ എവരിവൺ. അപ്പോൾ നമ്മുടെ പരീക്ഷയുടെ തീയതി വന്നു. UGC നെറ്റ് എക്സാം ആരംഭിക്കുന്നത് ആഗസ്റ്റ് 21 സെപ്റ്റംബർ 4 വരെ നമ്മുടെ പരീക്ഷ നീണ്ടു നിൽക്കുന്നുണ്ട്. ഏകദേശം നമ്മുടെ പരീക്ഷ 2 ആഴ്ചയോളം നീണ്ടു നിൽക്കും. അപ്പോൾ ഈ ഒരു പബ്ലിക് നോട്ടീസ് NDAയിൽ നിന്ന് വന്ന ഉടനെ തന്നെ നിങ്ങളെ അറിയിച്ചതാണ്. യാതൊരു രീതിയിലുള്ള ഡിലേയും അതിന് ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും നിങ്ങൾ ഒരുപാട് സംശയങ്ങളാണ് ചോദിക്കുന്നത്. അതായത് നമ്മൾ വീണ്ടും അപേക്ഷിക്കണോ, ഇനി പുതിയ അപേക്ഷ വരുമോ, മീൻസ് നിലവിൽ അപേക്ഷിക്കാത്തവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ, ആർക്കൊക്കെ പരീക്ഷയ്ക്ക് പങ്കെടുക്കാം. അതായത് ജൂൺ 18 പരീക്ഷ അപേക്ഷിച്ചു, പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് പങ്കെടുക്കാൻ പറ്റിയില്ല. അങ്ങനെയുള്ളവർക്ക് പരീക്ഷയ്ക്ക് പങ്കെടുക്കാൻ സാധിക്കുമോ, അതുപോലെ തന്നെ എക്സാം സിറ്റി നിലവിലുള്ളതായിരിക്കുമോ, അങ്ങനെയാണെങ്കിൽ അത് മാറ്റാൻ സാധിക്കുമോ, അതുപോലെ അഡ്മിറ്റ് കാർഡ് എന്ന് വരും. ഇത്തരത്തിൽ ഒരുപാട് സംശയങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നത്. ആ സംശയങ്ങൾക്കൊക്കെയുള്ള മറുപടികളാണ് നമ്മൾ ഈ വീഡിയോയിൽ. അപ്പോൾ അങ്ങനെ സംശയങ്ങളുള്ളവരെല്ലാം തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയുടെ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കിനി പഠനത്തിനായിട്ട് കൃത്യമായിട്ട് 50 ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഒരു 50 ദിവസത്തേക്ക് നിങ്ങൾക്ക് ക്രാഷ് കോഴ്സ് ആവശ്യമാണെങ്കിൽ, അതായത് കൊമേഴ്സ്, ഇംഗ്ലീഷ്, മലയാളം സബ്ജക്റ്റുകൾക്ക് ക്രാഷ് കോഴ്സ് ആവശ്യമാണെങ്കിൽ വളരെ അഫോർഡബിൾ ആയിട്ടും എഫക്റ്റീവ് ആയിട്ടുമുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ട്രയൽ ക്ലാസ് ചെക്ക് ചെയ്ത് ക്ലാസ്സിന് ജോയിൻ ചെയ്യാം. ക്ലാസ്സുകളുടെ ക്വാളിറ്റി നിങ്ങൾ മനസ്സിലാക്കി മാത്രം ജോയിൻ ചെയ്താൽ മതി. നമ്മൾ യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ട്രയൽ ചെക്ക് ചെയ്യാനുള്ള സൗകര്യം നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലും അതുപോലെ തന്നെ വെബ്സൈറ്റിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഇക്കഴിഞ്ഞ പരീക്ഷയുടെ ചോദ്യ പേപ്പറുകൾ, അത് കൊമേഴ്സിന്റെയും മലയാളത്തിന്റെയും മാനേജ്മെന്റിന്റെ ഒക്കെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അതായത് ജൂൺ 18 നമ്മൾ ക്യാൻസൽ ചെയ്ത പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ ലഭിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടാവും. 100% സിലബസ് കവർ ചെയ്തിട്ടുള്ള നോട്ടുകളാണ്. അതായത് നിങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള നോട്ടുകൾ, കൂടുതൽ കാര്യങ്ങൾ തന്നുകൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുക എന്നുള്ളതല്ല, ആവശ്യമായ കാര്യങ്ങൾ മാത്രം പഠിക്കുക. അതുപോലെ തന്നെ ഷുവർ ഷോട്ട് ഏരിയ മനസ്സിലാക്കി അതിലുള്ള ലൈവ് PYQ ഡിസ്കഷൻ, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ഏരിയ ലൈവ് ക്ലാസ്സസ്, നിങ്ങളുടെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള സെഷൻസ്, അതുപോലെ CBT ആയതുകൊണ്ട് തന്നെ നമുക്കിനി മോക്ക് ടെസ്റ്റിന്റെ ആവശ്യമുണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകൾ എങ്ങനെയാണ് വരുന്നത്, അതായത് NDAയുടെ അതേ ഫോർമാറ്റിലുള്ള മോക്ക് ടെസ്റ്റ്, കംപ്ലീറ്റ് എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെന്ററിംഗ് ആവശ്യമാണെങ്കിൽ ആ കാര്യം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾ ഏത് ലെവലിൽ നിന്ന് കഴിഞ്ഞാലും പ്രശ്നമില്ല. സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പ്രിപ്പയർ ചെയ്ത് നെറ്റ് കിട്ടാതെ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നവരായിരിക്കാം. അവർക്കൊക്കെ തന്നെ വളരെ കൃത്യമായി ഉപകാരപ്പെടുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്രാഷ് കോഴ്സിന് ആവശ്യമാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ജോയിൻ ചെയ്യുക. ട്രയൽ ക്ലാസ്സുകൾ ചെക്ക് ചെയ്യുക. അഫോർഡബിൾ ആണ്, എഫക്റ്റീവ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഈ പരീക്ഷക്കായിട്ട് നമുക്കിനി പുതിയ അപേക്ഷ വേണ്ടതുണ്ടോ, നിലവിൽ അപേക്ഷിച്ചവർ വീണ്ടും അപേക്ഷിക്കേണ്ടതുണ്ടോ, അപേക്ഷിക്കാത്തവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ജൂൺ 18 പരീക്ഷ എന്ന് പറയുന്നത് ആ പരീക്ഷ ക്യാൻസൽ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ ഒരു പരീക്ഷ നടന്നിട്ടില്ല എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതായത് ജൂൺ 18 നടന്ന പരീക്ഷ റദ്ദാക്കി എന്ന് NDA പറയുമ്പോൾ ആ പരീക്ഷ നടന്നിട്ടില്ല. അപ്പോൾ നമുക്ക് അപേക്ഷിച്ച എല്ലാവർക്കും തന്നെ പരീക്ഷയിൽ പങ്കെടുക്കാൻ സാധിക്കും. ഇനി അതിനായിട്ടൊരു പുതിയ അപേക്ഷ വേണ്ടതില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. നിലവിൽ അപേക്ഷ എല്ലാവർക്കും തന്നെ പരീക്ഷയ്ക്ക് പങ്കെടുക്കാൻ സാധിക്കും. പുതിയ അപേക്ഷ അതിന് വേണ്ടതില്ല. ഇനി അപേക്ഷിക്കാത്തവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ജൂൺ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷ റദ്ദാക്കിയത്, അല്ലാതെ അപേക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടല്ല. അതുകൊണ്ട് നിലവിൽ ജൂൺ പരീക്ഷക്കായിട്ട് എല്ലാവരും അപേക്ഷിച്ചതാണ്. അതുകൊണ്ട് ഇനിയൊരു അപേക്ഷ പോർട്ടൽ നമുക്കുണ്ടാവില്ല. നിലവിൽ അപേക്ഷിക്കാത്തവർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇനി പ്രധാനമായിട്ടും ഉയർന്നു വരുന്ന മറ്റൊരു സംശയം എന്ന് പറയുന്നത്, അന്നത്തെ പരീക്ഷ, അതായത് ജൂൺ 18 പരീക്ഷയ്ക്ക് അപേക്ഷിച്ചു, എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും അത് പങ്കെടുക്കാൻ പറ്റിയില്ല, പരീക്ഷ മിസ്സായി. ഇങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം 11,21,225 പേരാണ് അന്നത്തെ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചത്. എന്നാൽ പങ്കെടുത്തത് 9,08,550 പേർ മാത്രമാണ്. NDA പുറത്തുവിട്ട കണക്കുകളാണിത്. അതിൽ മെയിൽ, ഫീമെയിൽ, തേർഡ് ജെൻഡർ അങ്ങനെയൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതില് നമ്മളെ പരീക്ഷ റദ്ദാക്കി എന്ന് പറയുമ്പോൾ ആ ഒരു പരീക്ഷ നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ജൂൺ 18 OMR ബേസ് ചെയ്ത് നടത്തിയ പരീക്ഷ ഇല്ല, ഇനി ഇല്ല, ഇപ്പോ ഇല്ല, റദ്ദാക്കി. ഓക്കെ, അപ്പോ അപേക്ഷിച്ചവരുടെ എണ്ണം എന്ന് പറയുന്നത് 11,21,225 പേരാണ്.
ഈ ഒരു കാര്യം അവിടെ നടന്നിട്ടില്ല. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അന്നത്തെ പരീക്ഷ നടന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിലവിൽ ഈ 11,21,225 പേർക്കും പങ്കെടുക്കാൻ സാധിക്കണം. അതിലെല്ലാവരും പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മളുടെ കയ്യിൽ അപേക്ഷിച്ച അപ്ലിക്കേഷൻ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനും പരീക്ഷയ്ക്ക് പങ്കെടുക്കാനും സാധിക്കും. നിലവിൽ കോംപ്രമൈസ് ചെയ്യപ്പെട്ട ഒരു പരീക്ഷ, അതിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തിയ ഒരു പരീക്ഷയുടെ രീതി തന്നെ മാറ്റി, പാറ്റേൺ മാറ്റിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന ഒരു പരീക്ഷ, അങ്ങനെയുള്ളൊരു പരീക്ഷ ഇതിൻ്റെയൊക്കെ ഏറ്റവും ടോപ്പ് അതോറിറ്റിയായ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ റദ്ദാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ പരീക്ഷ തീയതി വന്നിരിക്കുന്നത്. ഇപ്പൊ CSR നെറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരീക്ഷ നടന്നിട്ടില്ല, അതിൽ OMR മാറ്റിയിട്ടുമില്ല. അപ്പൊ നമ്മുടെ പരീക്ഷ ഇനി CBT മോഡിലാണ് വരുന്നത്. അപ്പോൾ എല്ലാത്തിലും മാറ്റങ്ങൾ ഉണ്ടാവും. ഈ അപേക്ഷിച്ച എല്ലാവർക്കും തന്നെ പങ്കെടുക്കാൻ സാധിക്കും, പങ്കെടുക്കാൻ സാധിക്കണം. അതാണ് അതിന്റെ ന്യായം എന്ന് പറയുന്നത്. അതിൽ മാറ്റം ഉണ്ടാവില്ല എന്നാണ് കരുതുന്നത്. കാരണം റദ്ദാക്കിയ പരീക്ഷ എന്ന് പറയുന്നത് അങ്ങനെ ഒരു പരീക്ഷ നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെ വേണം നമ്മൾ അതിനെ മനസ്സിലാക്കാൻ. മാത്രമല്ല ആ പരീക്ഷയുടെ പാറ്റേണിലൊക്കെ തന്നെ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ പോലെ തന്നെ CBT മാറി, നമ്മുടെ പരീക്ഷ എങ്ങനെയാണോ നടക്കുന്നത് ആ ഒരു മോഡിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന 11,21,225 പേർക്കും ഈ പരീക്ഷയ്ക്ക് പങ്കെടുക്കാൻ സാധിക്കണം. അതാണ് അതിന്റെ ന്യായം എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് അതിൽ പറയാനുള്ളത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, കിട്ടിയ സിറ്റി പോകാൻ സാധിക്കാത്തതാണ്. ഈ സിറ്റി ഇന്റിമേഷനും അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡും ഒക്കെ തന്നെ നമുക്ക് ഇനിയും വരേണ്ടതുണ്ട്. അത് എപ്പോഴാണ് വരിക? സാധാരണ രീതിയിൽ പരീക്ഷയുടെ ഒരു 7 ദിവസം മുമ്പാണ് നമുക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കുക. ഒരു 10 ദിവസമൊക്കെ മുമ്പാണ് നമുക്ക് സിറ്റി ഇന്റിമേഷൻ ലഭിക്കുക. ഇതിലെ ഡേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും. ഒരു 10 ദിവസം മുമ്പേ നമുക്ക് സിറ്റി ഇന്റിമേഷൻ ലഭിക്കും, ഒരു 7 ദിവസം മുമ്പേ നമുക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കും. നമ്മുടെ പരീക്ഷാ തീയതി പറഞ്ഞിരിക്കുന്നത് ആഗസ്റ്റ് 21 സോ നമുക്ക് അഡ്മിറ്റ് കാർഡ്, അപ്പൊ സിറ്റി ഇന്റിമേഷൻ നമുക്ക് ആഗസ്റ്റ് ഒരു 10-ാം തീയതി ഒക്കെ ലഭിക്കും. നമുക്ക് അഡ്മിറ്റ് കാർഡ് ആഗസ്റ്റ് ഒരു 15-ാം തീയതി ഒക്കെ ലഭിക്കും. ഇതിൽ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഏകദേശം 14 ദിവസത്തോളം നമ്മുടെ പരീക്ഷ നീണ്ടു നിൽക്കുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ഘട്ടത്തിലുള്ളവരുടെ സിറ്റി ഇന്റിമേഷനും അഡ്മിറ്റ് കാർഡുമാണ് നൽകുക. ഒരുപാട് ഘട്ടങ്ങളായിട്ടായിരിക്കും സാധാരണ രീതിയിൽ CBT വരുന്ന സമയത്ത് അഡ്മിറ്റ് കാർഡും സിറ്റി ഇന്റിമേഷനും ഒക്കെ ലഭിക്കുക. നമ്മുടെ പരീക്ഷ എന്നാണോ അതിന്റെ ഒരു 10 ദിവസത്തിനുള്ളിൽ സിറ്റി ഇന്റിമേഷനും ഒരു 7 ദിവസത്തിനുള്ളിൽ നമുക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കും. അത് നമ്മുടെ പരീക്ഷാ തീയതി എന്നാണോ എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാം കലണ്ടർ വന്നിട്ടില്ല. അങ്ങനെ എക്സാം കലണ്ടർ വന്നാൽ മാത്രമേ നമുക്ക് അത് ഏത് ഡേറ്റിനൊക്കെ ആയിരിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. അപ്പം പ്രധാനമായിട്ടും നിങ്ങൾ ചോദിച്ചിരിക്കുന്ന സംശയങ്ങൾക്ക് എല്ലാം തന്നെ മറുപടി തന്നിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യം ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക. അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. പുതിയ അപേക്ഷ ഇനി ഉണ്ടാവില്ല. നിലവിൽ അപേക്ഷ എല്ലാവർക്കും തന്നെ പങ്കെടുക്കാൻ സാധിക്കും. ജൂൺ 18 നടന്നിരിക്കുന്ന പരീക്ഷ റദ്ദാക്കി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അൾട്ടിമേറ്റ് ആയിട്ട് ആ കാര്യം നിങ്ങൾ ഉൾക്കൊള്ളുക. അങ്ങനെ ഒരു പരീക്ഷ നടന്നിട്ടില്ല. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കാത്തവർ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് ഏകദേശം സെപ്റ്റംബറോടുകൂടിയാണ് ഈ പരീക്ഷ അവസാനിക്കുന്നത്. ഈ പരീക്ഷ അവസാനിച്ച് അതിന്റെ റിസൾട്ട് വരുമ്പോഴേക്കും തന്നെ നമ്മുടെ ഡിസംബർ എക്സാമിനേഷന്റെ അപേക്ഷ ക്ഷണിക്കും. അത്രയും സമയം നമ്മുടെ മുമ്പിൽ പിന്നെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിസംബർ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവരും ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങേണ്ടതുണ്ട്. CBT ആയതുകൊണ്ട് തന്നെ റിസൾട്ട് ഒക്കെ തന്നെ പെട്ടെന്ന് വരും. നമുക്ക് CBT റിസൾട്ട് വരുന്നതിന് വലിയ കാലതാമസം ഉണ്ടാവില്ല. ഏകദേശം 1 മാസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് വരും. നമുക്ക് ഒരു 2 മാസത്തിനുള്ളിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭിക്കും. സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭിക്കുന്നത് 2ാമത്തെ ഘട്ടമാണ്. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരീക്ഷയുടെ ആപ്ലിക്കേഷൻ NDA ക്ഷണിക്കും. അപ്പോൾ കാര്യങ്ങൾ വളരെ സുതാര്യമായിട്ടാണ് ഇനി നടക്കുക. മറ്റുള്ള സംശയങ്ങൾ പരീക്ഷാ സെന്ററിലേക്ക് പോകുമ്പോഴും പരീക്ഷയുടെ എന്തൊക്കെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പാലിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ NDA നിന്നും പുതിയ പബ്ലിക് നോട്ടീസ് വരും. അത് ആ സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ പരീക്ഷാ തീയതി വന്നു കഴിഞ്ഞു. നമ്മുടെ മുമ്പിൽ ഇനി കറക്റ്റായിട്ട് ജൂലൈ അതുപോലെ തന്നെ ആഗസ്റ്റിലെ 20 ദിവസവും മുമ്പിലുണ്ട്. അപ്പോൾ 50 ദിവസങ്ങളോളം നമുക്ക് പഠിക്കാനുണ്ട്. ക്രാഷ് കോഴ്സ് ആവശ്യമാണെങ്കിൽ അതിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ പഠനം തുടരുക.
അല്ലാതെ നിലവിൽ പ്രിപ്പയർ ചെയ്ത് പോകുന്നവരാണെങ്കിൽ വളരെ കൃത്യമായിട്ട് പ്രിപ്പറേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ സേഫ്.